ഈശോയുടെ തിരുരക്തത്തിന്റെ ഉപവയുടെ മക്കൾ എന്ന സന്യാസിനി സഭയുടെ സ്ഥാപക പിതാവാണ് വാഴ്ത്തപ്പെട്ട തോമസ് മരിയ ബോസ്കോ. 1831 ഡിസംബർ 1 ഇറ്റലിയിലെ പഗാനിയിൽ സമ്പന്നമായ പുസ്കോ കുടുംബത്തിലാണ് തോമസ് ജനിച്ചത്. സ്നേഹസമ്പന്നരും ഭക്തരുമായിരുന്ന ആന്റണി പുസ്കോയും സ്റ്റെല്ല ജോർദാനയുമായിരുന്നു തോമസിന്റെ മാതാപിതാക്കൾ. വിശുദ്ധ കുർബാനയോടും വ്യാകുല മാതാവിനോടും ആഴത്തിൽ സ്നേഹബന്ധമുണ്ടായിരുന്ന തോമസിൽ ശൈശവം മുതലേ വിശുദ്ധിയുടെ കിരണങ്ങൾ പ്രകടമായിരുന്നു. മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തനായി വീട്ടിൽ ചെറിയൊരു അൾത്താരി ഉണ്ടാക്കി പരിശുദ്ധ കുർബാന ചൊല്ലിയാണ് തോമസ് കളിച്ചിരുന്നത്. 7 വയസ്സിൽ മാതാവും 9 വയസ്സിൽ പിതാവും നഷ്ടപ്പെട്ട തോമസ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ആത്മീയ സംരക്ഷണത്തിലാണ് വളർന്നു വന്നത്. വൈദികനായിരുന്ന ജ്യേഷ്ഠ സഹോദരൻ റാഫേലിന്റെ അകാല മരണവും പ്രാർത്ഥനാപൂർവ്വം അതിജീവിച്ച തോമസ് 1855 ഡിസംബർ 22 ഒരു വൈദികനായി. ദൈവസ്നേഹത്തിന്റെ അടയാളമായ യേശുവിന്റെ തിരുരക്തത്തിന്റെ ഉപവി ആഴത്തിൽ ധ്യാനിക്കുകയും സ്വന്തമാക്കുകയും ചെയ്ത വന്യ വൈദികനാണ് വാഴ്ത്തപ്പെട്ട തോമസ് മരിയ ബോസ്കോ. ആഭ്യന്തര പ്രശ്നങ്ങളും യുദ്ധവും മൂലം തകർന്ന അനേകായിരങ്ങൾ വേദന അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ദരിദ്രരുടെ നിലവിളി എന്നും അദ്ദേഹത്തിന്റെ ഹൃദയത്തെ മതിച്ചിരുന്നു. ഉറ്റവരും ഉടയവരുമില്ലാതെ തെരുവിൽ അലഞ്ഞിരുന്ന അനാഥ കുട്ടികൾക്കായി അദ്ദേഹം ആരംഭിച്ച അനാഥ മന്ദിരമാണ് തിരുരക്തസഭയുടെ ആരംഭത്തിന് നിദാനമായത്. ഭൗതിക ദാരിദ്ര്യത്തോടൊപ്പം വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സാൻമാർഗിക ദാരിദ്ര്യം പരിഹരിക്കാൻ അദ്ദേഹം തന്റെ സമ്പത്തും കഴിവുകളും ജീവിതം മുഴുവൻ നൽകി. യേശുവിനെ സാക്ഷ്യം നൽകിയ തിരുസഭയുടെ ഉത്തമപുത്രനായിരുന്ന ഫാദർ തോമസ് മരിയ ബോസ്കോ ബാലികാ ബാലന്മാർക്കും യുവജനങ്ങൾക്കും ആരാധ്യ പുരുഷനായിരുന്നു. വിവിധ തലങ്ങളിൽ നിന്നും പ്രോത്സാഹനത്തിന്റെ പൂഞ്ചെണ്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നുവെങ്കിലും വിമർശനത്തിന്റെയും വിദ്വേഷത്തിന്റെയും കൂരമ്പുകളും അപമാനത്തിന്റെ മുൾമുടിയും ഏൽക്കേണ്ടി വന്നു. തിരുരക്തത്തിന്റെ പ്രവാചകനായിരുന്ന തോമസ് അച്ഛൻ 1891 ഫെബ്രുവരി 24 കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഇന്ത്യയിൽ തിരുരക്തസഭയുടെ ഒരു ഭവനം സ്ഥാപിക്കുക എന്നത് ഫാദർ തോമസിന്റെ ചിരകാല അഭിലാഷമായിരുന്നു. ഈശോയുടെ തിരുരക്തത്തിന്റെ ഉപവയുടെ മക്കൾ ഇന്ത്യയിൽ ആദ്യ ഭവനം ആരംഭിച്ചത് 1983 എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള നീലീശ്വരത്താണ്. 2001 ഒക്ടോബർ 7 ഭാഗ്യസ്മരണാർഹനായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫാദർ തോമസ് മരിയ ബോസ്കോയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. കുരിശിന്റെ ചുവട്ടിലിരുന്ന് പീഡാനുഭവങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ആഴങ്ങൾ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട തോമസ് മരിയ ബോസ്കോ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയും പ്രചോദനവുമാണ്. ദൈവത്തെ സ്വന്തമാക്കുന്നതിന് വലിയ സിദ്ധികളല്ല, സ്നേഹമുള്ള ഒരു ഹൃദയമാണ് ആവശ്യമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. തിരുസഭയിൽ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ദൗത്യം ഉത്തമ വിശ്വാസത്തോടെ പൂർണ്ണ വിശ്വസ്തയോടെ സ്നേഹത്തിൽ നിറവേറ്റിക്കൊണ്ട് വിശുദ്ധിയിലേക്ക് വളർന്നു വരുവാൻ വാഴ്ത്തപ്പെട്ട തോമസ് മരിയ ബോസ്കോ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ.